തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട മുതിർന്ന ഹമാസ് കമാൻഡർ ഇതാ ഗസൻ തെരുവിൽ. ഗസയിൽ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അൽ ഖസ്സാം കമാൻഡർ ഹുസൈൻ ഫയാസ് ആണ് കൊല്ലപ്പെട്ട ശേഷം തിരിച്ചെത്തിയിരിക്കുന്നത്. ഹമാസിൻ്റെ ബൈത്ത് ഹാനൂൻ ബറ്റാലിയൻ കമാൻഡറാണ് ഹുസൈൻ ഫയാദ്. വടക്കൻ ഗസയിൽ നടന്ന ഒരു സംസ്കാര ചടങ്ങിൽ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നതാണ് പുറത്തു വന്ന വീഡിയോ. തകർന്ന കെട്ടിടങ്ങൾക്ക് സമീപം നിന്ന് ഹുസൈൻ ഫയാദ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. ലക്ഷ്യം നേടിയെടുക്കാനാവാത്ത ശക്തർ പരാജയപ്പെട്ടവരാണ്, കീഴടങ്ങാത്ത ദുർബലർ വിജയിച്ചവരും. ഗസയെ നശിപ്പിക്കാൻ മാത്രമേ അധിനിവേശക്കാർക്ക് കഴിഞ്ഞുള്ളൂ. ഗസൻ ജനതയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കു മുന്നിലും തലകുനിക്കാത്ത, മുട്ടുവളക്കാത്ത മാന്യമായ ജയമാണ് നമ്മുടേത്, അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന് നന്ദി. ഇസ്രായേൽ സൈന്യത്തിന് കല്ലുകളും ശരീരഭാഗങ്ങളും രക്തവും മാത്രമേ ലഭിച്ചുള്ളൂ. ഗസ ഇപ്പോഴും സ്വന്തം കാലിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഇനിയൊരിക്കലും തകർക്കാനാവാത്ത വിധം ഗസ ഉയർന്നു വന്നിരിക്കുന്നു. ഗസ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് വെന്നിക്കൊടി പാറിക്കുന്നത് നാം എല്ലാവരും കണ്ടു, ഹുസൈൻ ഫയാദ് പറയുന്നു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഹുസൈൻ ഫയാദിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് ഇസ്രായേലി സൈന്യം അറിയിച്ചു. രഹസ്യാന്വേഷണ ഏജൻസിയായ ഷീൻ ബത്തിനും സൈന്യത്തിനും പറ്റിയ തെറ്റാണ് കാരണമെന്നും സൈന്യം അറിയിച്ചു. പ്രത്യേക കമാൻഡോ വിഭാഗവും യഹലോം വിഭാഗവും കൂടി ജബലിയയിലെ ഒരു തുരങ്കത്തിൽ വെച്ച് ഭീകരനായ കമാൻഡർ ഹുസൈൻ ഫയാദിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേൽ ആഘോഷിച്ചത്. 2024 മെയ്യിലായിരുന്നു പ്രഖ്യാപനം. ഇസ്രായേലിലേക്ക് ടാങ്ക് വിരുദ്ധ മിസൈലുകളും ഷെല്ലുകളും അയക്കുന്നത് ഏകോപിപ്പിച്ചയാളാണ് ഹുസൈനെന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഗസ അധിനിവേശ സമയത്ത് ഇസ്രായേലി സൈന്യം ഇത്തരത്തിൽ നടത്തിയ പല അവകാശവാദങ്ങളും പൊള്ളയായിരുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ബൈത്ത് ഹാനൂനിലെ ഹമാസ് ബറ്റാലിയനാണ് ഹമാസിൻ്റെ ഏറ്റവും ദുർബലമായ ബറ്റാലിയൻ എന്നാണ് ഇസ്രായേലി സൈന്യം പ്രചരിപ്പിച്ചിരുന്നത്. അധിനിവേശത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബോംബിട്ട് തകർത്ത ഈ പ്രദേശത്ത് അവസാന സമയത്തും സൈന്യം എത്തിയിരുന്നു. തുരങ്കങ്ങളെല്ലാം നശിപ്പിച്ചെന്ന അഹങ്കാരത്തിൽ നടന്ന ഇസ്രായേലിന് അന്ന് നല്ല തിരിച്ചടിയും ഹമാസ് നൽകിയിരുന്നു. കുഴിബോംബുകളും മറ്റും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 50ഓളം സൈനികരെയാണ് അന്ന് ഇസ്രായേലിന് നഷ്ടമായത്. ബൈത്ത് ഹാനൂനിലെ ഹമാസ് ബറ്റാലിയൻ്റെ കയ്യിൽ നിന്ന് ശേഷിച്ച സൈനികർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്.